അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് നമുക്കറിയാം, നമ്മള് അപെക്സ് ടോക്കൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1.5 വർഷം കഴിഞ്ഞു. അതിനുള്ളിൽ തന്നെ നമ്മൾ ഏകദേശം 5 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ട്രസ്റ്റ് വാലറ്റ്, അതുപോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, BSE സ്കാൻ എല്ലാം അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടോക്കണാണ്. അപ്പൊ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ വലിയൊരു വളർച്ചയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പുതിയ എക്സ്ചേഞ്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന എക്സ്ചേഞ്ചുകൾ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഇവിടെ മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 മാസം കൊണ്ട് തന്നെ ബിനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു സൂം മീറ്റിംഗ് നമ്മളെ കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മളെ സിഇഒ, അങ്ങനെ നമ്മളെ കമ്പനിയുടെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ സിഇഒ ആയിട്ടുള്ള അഭിത് മാൻ സാർ ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. സോ എല്ലാ അപെക്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ അപെക്സിന്റെ ഓപ്പറേഷൻസ് സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും എന്താണ് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും നൽകുന്നതിനും കൂടെയാണ് ഈ ഒരു സൂം മീറ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ സൂം മീറ്റ് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇത്രയും നാള് എല്ലാവരും നമ്മുടെ എക്സ്ചേഞ്ചിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വളരെയധികം സഹകരിച്ചു നിന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്പനിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊക്കെയും എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കമ്പനിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരു പലതരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ലോഞ്ച് ചെയ്യുകയും അല്ലെങ്കിൽ ഇത്തരം ബാൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിയമപരമായിട്ടുള്ള ഒരു നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ എന്നും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രിപ്റ്റോയുടെയും അതുപോലെ തന്നെ Web3യുടെയും നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ എന്നും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കനുസരിച്ച്. അപ്പൊ അതിന് വേണ്ട എല്ലാ ലീഗലായിട്ടുള്ള അപ്രൂവലുകളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ലീഗൽ ടീമിനെ സംബന്ധിച്ചിലും വളരെ ഫാസ്റ്റാക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കമ്മിറ്റി മെമ്പേഴ്സിനെ പോലെ തന്നെ കമ്പനിയും അത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആക്കാനുള്ള രീതികളിൽ എല്ലാവർക്കും ആദ്യമായി നമ്മൾ പറ്റാവുന്ന രീതികളിൽ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മുടെ വിഡ്രോവൽ സാധ്യതകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. 500ഉം 50ഉം പിന്നീട് 10ലേക്കും ഒക്കെ എത്തി. പക്ഷെ എങ്കിൽ പോലും ഇപ്പോ നമ്മുടെ ദിവസവും 2500ഓളം 3000ഓളം ആളുകൾക്ക് $10 വെച്ച് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തുറന്നു വെച്ചു. എന്നാൽ പോലും ഈ ഒരു 100 പേർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ഓട്ടോമേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ 40 പേരുടെയും റിജക്റ്റ് ആവുകയാണ്. ടെക്നിക്കലി അത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മുടെ വ്യക്തികളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഇതിന്റെ കാരണം ഒന്ന് സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഒരു വാലറ്റിൽ നിന്ന് കൃത്യമായ ഒരു നിശ്ചിത തുക കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാലറ്റിൽ നിന്ന് റിജക്റ്റ് ആയി ബ്ലോക്ക് ചെയിൻ ഇത് റിജക്റ്റ് ചെയ്യാണ്. നമ്മൾ പിന്നീട് അത് അറിയപ്പെടുന്ന 2 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഈ സർവീസ് പ്രൊവൈഡർ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നൊക്കെ പോലും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇത്തരം റിജക്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ ഫെയിൽഡ് ആവുന്നു. പല ട്രാൻസാക്ഷൻ ചെയ്യുന്നത് വളരെ പ്രോപ്പറായിട്ട് ചെയ്ത ട്രാൻസാക്ഷൻ പോലും പിന്നീട് ഫെയിലായി വരുന്നു. അത് നമ്മളെല്ലാ ഭാഗത്തുനിന്നും വീണ്ടും ടെക്നിക്കൽ ടീം അത് ചെക്ക് ചെയ്യണം. 2-3 വട്ടം ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോഴായിരിക്കും ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ അത് നമ്മളെ എല്ലാവരെയും, ടെക്നിക്കൽ ടീമിനെ ആണെങ്കിലും അതെ, സപ്പോർട്ടിംഗ് ടീമിനെ ആണെങ്കിലും അതെ, അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആണെങ്കിലും അതെ, എല്ലാവർക്കും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ടീമിനാണെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത്രയും നാളുകൾ കഴിഞ്ഞ 1.5 മാസത്തോളം വിഡ്രോവൽ ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ സാധിച്ചു. എന്നാൽ ഈ $10 കൊണ്ട് എവിടെയും ആരിലേക്കും ഒന്നും എത്താനും സാധിച്ചില്ല. അപ്പൊ ഈ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ 1.5 മാസത്തോളം ചെയ്തതിന്റെ ഭാഗമായി നമുക്കൊരു 7.5 കോടി രൂപയുടെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഭാരം, ഒരു ബേർഡൻ വെറുതെ അനാവശ്യമായി വന്നു. കൃത്യമായി നമുക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിനാൻസ് പോലത്തെ എക്സ്ചേഞ്ച് പോലും ഇവിടെ 6 മാസം ബാൻ ചെയ്തതാണ്. അപ്പൊ നമ്മളെല്ലാ
നിയമപരമായിട്ടുള്ള എല്ലാ ചട്ടക്കൂടുകളും പാലിച്ച് കൃത്യമായ രീതിയിൽ എല്ലാവരിലേക്കും നമ്മുടെ എക്സ്ചേഞ്ച് പൂർണ്ണമായ പ്രവർത്തനം എത്തിക്കാൻ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാക്കിൽ നമുക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് താൽക്കാലികമായി നമ്മുടെ എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായിട്ടുള്ള അപ്രൂവലുകൾ കിട്ടുന്നതുവരെ താൽക്കാലികമായി എക്സ്ചേഞ്ച് ത്രൂ ഉള്ള വിഡ്രോവലുകളും ഡെപ്പോസിറ്റുകളും താൽക്കാലികമായി പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പെക്സിന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ക്യാപിറ്റൽ എമൗണ്ടും ROIയും തിരിച്ചു തരിക, അല്ലെങ്കിൽ അവർക്ക് എന്നുള്ളത് CEO എന്ന നിലയിൽ എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് ആരുടെയും എവിടെയും ഒന്നും പോവില്ല. എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായ പ്രവർത്തനം കഴിയുമ്പോൾ കൃത്യമായി തന്നെ എല്ലാവർക്കും അനുവാദ്യമായി അത് ലഭിക്കുന്നതായിരിക്കും. ഒരു പുതിയതായി വന്ന എല്ലാവർക്കും തന്നെയും അതിന്റെ രീതിയിൽ കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നതുമായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇന്റേണൽ വിഡ്രോവലുകൾ, എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായ ലീഗൽ പ്രവർത്തനങ്ങൾ ആക്റ്റീവ് ആവുന്നത് വരെ ഇന്റേണൽ ട്രാൻസ്ഫറുകളുടെ കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആക്കുന്നതായിരിക്കും. 100% ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അത് ചെറിയ രീതിയിൽ തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ വിഡ്രോവലുകൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ phase 2-ൽ നമ്മുടെ പ്രൊജക്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി phase 2 വന്നു. phase 2-ലും ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നിൽക്കുന്നു. അവിടെ ഒരു തടസ്സവും ഇല്ലാതെ അപ്പെക്സിന്റെ ക്രിപ്റ്റോ ഈ രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെയും റെഗുലേറ്ററി ബോഡിക്കുള്ളിൽ നിൽക്കുന്നതല്ല. അപ്പെക്സിന്റെ ക്രിപ്റ്റോ ടോക്കൺ നമുക്ക് phase 2-ലൂടെ കൃത്യമായ വിഡ്രോവലുകൾ കാര്യങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ഒരു ബഹുഭൂരിപക്ഷവും ഇപ്പർ സൈഡിൽ നിൽക്കുകയാണ്. നിർബന്ധമായും നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും phase 1-ൽ നിന്ന് phase 2-ലെ എല്ലാ ഐഡിയിൽ നിന്നും നിർബന്ധമായും വെറും $25 എങ്കിലും കൊടുത്ത് ഒന്ന് ബേൺ ചെയ്ത് phase 2-ന്റെ ഭാഗമാകണം. അതോടൊപ്പം അതൊരു മാൻഡേറ്ററി ആയി മാറ്റുകയാണ്. അപ്പെക്സ് ഐഡിയിൽ നിന്നുള്ള ഈ ഒരു ഇപ്പുറത്തേക്കുള്ള ഒരു ജോയിനിങ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവണം. പാരലലി phase 1 അവിടെ തന്നെ ഉണ്ടാവും. phase 1-ന്റെ എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം കഴിയുമ്പോൾ തോറും അക്കൗണ്ടുകളുടെ കാര്യങ്ങളെല്ലാം ലൈവ് ആക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പല അക്കൗണ്ടുകളും നമ്മുടെ കമ്പനി അക്കൗണ്ടുകളും ഫ്രീസ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളത് വീണ്ടും ലൈവാക്കി പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായ എല്ലാ അപ്രൂവലുകളും കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി പ്രവർത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അപ്പെക്സിന്റെ phase 1-ലുള്ള ID അടിച്ച എല്ലാവരും തന്നെയും നിർബന്ധമായും അപ്പെക്സിന്റെ phase 2-ലേക്ക് മിനിമം 120 അപ്പെക്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. അതിനകത്ത് 50 അപ്പെക്സ് ബേൺ ചെയ്ത് നിങ്ങൾ ആ phase 2-ന്റെ ഭാഗമാവണം. അല്ലാത്ത പക്ഷം നമ്മുടെ ROI ജനറേറ്റ് ആകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു സാഹചര്യത്തിലേക്ക് വരണം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വളർച്ച അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ടോക്കണിന്റെ വാല്യൂവിനനുസരിച്ചിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടുണ്ടാകണം. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ലീഗൽ ടീം ആക്റ്റീവ് ആക്കി വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഉള്ള എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും ഞങ്ങൾ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യും തോറും എല്ലാ രീതിയിലുള്ള പൂർവാധികം നോർമൽ ആയിട്ടുള്ള നമ്മുടെ പഴയ പാറ്റേണിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എല്ലാ രീതിയിലുള്ള വിഡ്രോവൽ സംവിധാനങ്ങളും എക്സ്ചേഞ്ചിന്റെ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആയി വന്ന് പഴയ രീതിയിൽ ആക്റ്റീവായി തുടങ്ങുന്നതായിരിക്കും. ഒരാളുടെയും ആരുടെയും ക്യാപിറ്റലോ ROയോ എവിടെയും ലഭിക്കാതെ ആർക്കും ഒരിക്കലും തന്നെ എല്ലാവർക്കും ലഭിക്കും. എക്സ്ചേഞ്ച് ഒന്ന് ആക്റ്റീവായി നമുക്ക് പ്രവർത്തിക്കുന്നതോടും വരെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. മറ്റ് പല രാജ്യങ്ങളിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഒരു എക്സ്ചേഞ്ച് നിയമപരമായിട്ടുള്ള രീതിയിലല്ല ഇവിടെ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ ഭവിഷ്യത്തുകളിലേക്ക് നമുക്ക് സാധിക്കും. ഏതൊരു സാഹചര്യത്തിലും അത് നിന്നു പോകാനുള്ള അവസരങ്ങൾ വരും. എക്സ്ചേഞ്ച് ത്രൂ അല്ല നമുക്കിത് നടത്തുക എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ എല്ലാവരും എത്തുന്നതായിരിക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ശ്രമിക്കുന്നു. ഇതുവരെ നമ്മുടെ കൂടെ സഹകരിച്ച് സ്നേഹിച്ച് നിന്ന എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടും ഇനിയും സഹകരണങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഒരുമിച്ച് ഒപ്പം കൈകോർത്ത് നിന്ന് അടുത്ത 2 വർഷത്തിനുള്ളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പനി, അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനി അപ്പെക്സ് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ കൃത്യമായ ഇൻഫർമേഷൻസ് എല്ലാം മെയിലുകളിലൂടെയും നിങ്ങളുടെ സൈറ്റിലുള്ള ഇൻഫർമേഷൻസിലൂടെയും കിട്ടുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പെക്സിന്റെ കൂടെ സഹകരിച്ച് നിൽക്കുന്ന എല്ലാവർക്കും നന്ദി. സോ ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു അബി സർ. ഇപ്പൊ നമ്മളിവിടെ ഫേസ് 2 ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മളെ ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഫാമിലിയുടെ കൂടെ കുറെ ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ പറയാം, സ്റ്റേക്കിംഗ് പ്രോഗ്രാംസ് ചെയ്യാൻ എക്സ്ചേഞ്ചുകൾക്കല്ലാതെ മറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് നിലവിൽ പെർമിഷൻ ഇല്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഇപ്പൊ ബിനാൻസ് ഉൾപ്പെടെ, കുക്കോയിൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ബിറ്റ്മാർട്ട് ഇന്ന് നമ്മൾ കാണുന്ന എക്സ്ചേഞ്ചുകളെല്ലാം സ്റ്റേക്കിംഗ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു വെബ്സൈറ്റ് ത്രൂ ചെയ്യാനുള്ള ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം, ആ എക്സ്ചേഞ്ച് വന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ബാക്ക് എൻഡിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിഡ്രോവൽ ഫ്രണ്ട് എൻഡിലൂടെ വിഡ്രോവൽ നടക്കുന്ന രീതി അതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മളെ വിഡ്രോവലൊക്കെ ഒരുപാട് കൗണ്ട് 45,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിഡ്രോവൽസ് കൗണ്ട് വരികയും ബാക്ക് എൻഡിൽ വർക്കുകൾ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടില് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും, അല്ലെ? ആ പഴയ വീട് പൊളിച്ച് മാറ്റി ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റൺ ചെയ്തുകൊണ്ട് അതിന്റെ വർക്കുകൾ ബാക്ക് എൻഡിൽ നടക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഇപ്പം നമ്മൾ എക്സ്ചേഞ്ച് ത്രൂ ഉള്ള വിഡ്രോവല് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ചിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ഓൾറെഡി അബിസാർ ഇവിടെ സൂചിപ്പിച്ചു. ഏത് രാജ്യത്താണെങ്കിലും, ഇപ്പൊ നമ്മൾ ഏത് രാജ്യത്ത് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുമ്പോഴും അതാത് രാജ്യത്തിന്റെ പെർമിഷനും അതോടൊപ്പം തന്നെ അപ്രൂവൽസും എല്ലാം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എക്സ്ചേഞ്ച് ത്രൂ ഉള്ള വിഡ്രോവൽസ് നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അപ്രൂവൽസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പേ നമ്മൾ വലിയ രീതിയിലേക്കുള്ള വിഡ്രോവൽസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രയാസം, ഇതിന് അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ഈ രീതിയിൽ ഇടപാടുകൾ നടക്കുന്ന ഒരു എക്സ്ചേഞ്ചുകൾക്ക് അത് കിട്ടാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, എക്സ്ചേഞ്ചുമായിട്ടുള്ള വിഡ്രോവൽ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമ്മളെ ഇന്റേണൽ ട്രാൻസ്ഫേഴ്സ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് 100% 50-50 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 100% വിഡ്രോവൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി. ഇത് വളരെ പരിമിതമായ ദിവസത്തിനുള്ളിൽ തന്നെ എക്സ്ചേഞ്ചിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി എന്താണോ പൂർവ്വസ്ഥിതി അതേ സ്ഥിതിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ ഒരു പ്രോജക്റ്റ് ഫേസ് 2 എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ ഒരു മാൻഡേറ്ററി ആയിട്ട്, കമ്പൽസറി ആയിട്ട് ഒരു ഫേസ് 2ലേക്ക് നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കടന്നു വരണം എന്ന് പറയാനുള്ള കാരണം, നമുക്കറിയാം നമ്മളൊക്കെ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ആവും തോറും ഇപ്പൊ അപെക്സ് ടോക്കണിന്റെ വാല്യൂ നമുക്കറിയാം $0.1 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കറൻസി, ആ കറൻസിയുടെ വാല്യൂ ഇപ്പോഴും നമുക്കറിയാം വലിയ രീതിയിൽ $1 പോയി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 60 സെന്റിൽ എത്തിയിരുന്ന 40 സെന്റിൽ. അപ്പൊ ഇപ്പോ ഉള്ള പ്രൈസിൽ നിന്ന് തീർച്ചയായിട്ടും ഹൈക്കിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. ഒരു ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലൊക്കെ എത്തുമ്പോൾ ഒരു $5 ടാർഗറ്റ് ചെയ്തിട്ടാണ് കമ്പനി ഒക്കെ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ടോക്കൺ പ്രൈസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കൊരു ട്രിഗറിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ മാർക്കറ്റ് നമുക്കറിയാം പ്രൈസിൽ വലിയൊരു ഇൻവോൾവ്മെന്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഒരു പക്ഷെ ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ട്രിഗർ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ആളുകൾ ഈ ഒരു ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് വലിയൊരു അസറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു ടോക്കൺ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലേക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാ ഐഡിയിലും മിനിമം നമുക്കറിയാം ഒരു $25 എന്നുള്ളതിൽ ഒരു 120 അപെക്സ് ടോക്കൺ വാങ്ങിച്ചുകൊണ്ട്, നമുക്കറിയാം ഇന്ന് അപെക്സ് ടോക്കണിന്റെ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്താൽ വളരെ ചെറിയൊരു എമൗണ്ട്, അതെല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഫേസ് 2 ചെയ്യാം. എന്താണ് ഫേസ് 2 എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ച് ഇന്നൊക്കെ നമുക്ക് ഫേസ് 2ലേക്ക് വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ പല ആളുകളോടും അതിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ കൺവിൻസിങ് ആണ്. കാരണം നമ്മൾ ഫേസ് 2 ഇപ്പൊ ഫേസ് 1 ആണെങ്കിലും ഫേസ് 2 ആണെങ്കിലും എല്ലാം കമ്പനിയുടെ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഫേസ് 2നെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് മാർക്കറ്റിലുള്ള ലൈവ് ടോക്കൺ ആണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്.
ഒരുപക്ഷെ ഇന്ന് ഒരു 1 lakh rupees ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് നമുക്കറിയാം ആ ഒരു എമൗണ്ട് ഇപ്പൊ നമുക്കൊരു 2% എത്രയാണോ നമ്മൾ സ്റ്റേക്ക് ചെയ്യപ്പെടുന്നത് അതിന്റെ 2% ഡെയിലി നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അത് 7 days നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു മാസം മുഴുവൻ നമുക്കൊരു 2% റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാൻ ആണ് phase 2. ഓൾറെഡി അബിൽ സാർ ഇവിടെ പറഞ്ഞു, നമുക്ക് phase 1 എന്നുള്ളത് നമ്മളൊരു വെബ്സൈറ്റിൽ സ്റ്റേക്ക് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നുവെങ്കിൽ അതിന് നോർമലി നമുക്കറിയാം ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ phase 2 എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് പക്കാ ലീഗലി ഇപ്പൊ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ഒരു രാജ്യത്തിന്റെയോ ഒന്നും അതിർവരമ്പുള്ള ഒരു സംഭവമല്ല. ആർക്ക് വേണമെങ്കിലും എവിടുന്നും വാങ്ങാൻ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ അപെക്സ് ടോക്കൺ നമുക്ക് വാങ്ങാം, സ്റ്റേക്ക് ചെയ്യാം. ഇതൊക്കെ പക്കാ ലീഗലി നമുക്ക് ഏത് രാജ്യത്തു നിന്നും ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ phase 2 ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇന്നൊരു പക്ഷേ ഒരു നമ്മളൊരു 20 സെന്റിൽ നമ്മൾ ആ ടോക്കൺ വാങ്ങി നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആ 1 lakh നമുക്കൊരു ഡെയിലി ഒരു 2000 rupees നമുക്ക് വരുമാനം കിട്ടുന്നില്ലെങ്കിൽ 1500 നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ടോക്കൺ ആയിട്ടാണ് നമുക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് 40 സെന്റിലേക്ക് ഫ്യൂച്ചറിൽ മാറുന്നുണ്ട്. ഇപ്പൊ ഒരു പക്ഷെ ഒരു 1 month കഴിഞ്ഞ് 40 സെന്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇന്ന് 2000 രൂപ ഡെയിലി വരുമാനം കിട്ടുന്ന ഒരാൾക്ക് അത് 4000 രൂപ വരുമാനത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് ടോക്കൺ ആയിട്ടാണ്. ആ ടോക്കണിന്റെ പ്രൈസിൽ എത്ര ഹൈക്ക് വരുന്നോ അതിനനുസരിച്ച് മാറും. ഇപ്പൊ phase 1 സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ കറണ്ട് പ്രൈസിലല്ല phase 1 നമ്മൾ വാങ്ങിക്കുക. നമുക്കറിയാം അത് ഒരു പ്രീ സെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ $0.1 വാങ്ങിക്കുക. അതിനുശേഷം നമുക്ക് അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസിലേക്ക് വരും. പക്ഷെ ഇവിടെ phase 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈവ് ടോക്കൺ ആണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന ടോക്കൺ ഇന്ന് തന്നെ നമുക്ക് സെല് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നാളെ ഒരു 10% ഗ്രോത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു 20% ഗ്രോത്തിലേക്ക് വരുന്നു, ചിലപ്പോൾ ഒരു 100% ഗ്രോത്തിലേക്ക് വരുന്നു. എപ്പോ വേണമെങ്കിലും അത് നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മാറാവുന്ന രീതിയാണ്. phase 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് നമുക്കറിയാം, സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 4-5 മാസത്തോളമായി. ഇതൊരു പുതിയ വേർഷൻ അല്ല, അതിന് മുമ്പുണ്ടായിരുന്നത് നോക്കുകയാണെങ്കിൽ പോലും ഇതുവരെ ഒരാൾക്ക് പോലും അതിന്റെ ROE ഒരു പ്രശ്നമില്ല. കാരണം ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ എക്സ്ചേഞ്ചുകളിലും അതോടൊപ്പം തന്നെ phase 1 വിഡ്രോവൽ ആയിട്ട് ഗ്യാസ് ഫീ ഒക്കെയാണ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അത് റെഗുലർ ആയിട്ട് എല്ലാ ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സാധ്യത നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറ്റുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ മിനിമം ഒരു 120 അപെക്സ് ടോക്കൺ ബേൺ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. കാരണം നമ്മൾ ആ ചെയ്യുന്നതിന് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് ഒരു 1 lakh rupees നമ്മൾ അപെക്സ് ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ കോയിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മളെ അസറ്റും കൂടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന റിട്ടേൺസും കൂടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 lakh 2000 rupees ഇൻകം കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നുള്ള 20 സെന്റ് ഒരു $1 പ്രൈസ് മാറിക്കഴിഞ്ഞാൽ ആ 2000 എന്നുള്ള ROE പകരം നമുക്ക് 10,000 ROE ഡെയിലി കിട്ടുന്ന രീതിയായി മാറും. ആ രീതിയിൽ കോയിന്റെ പ്രൈസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ മാറ്റം വരുന്ന ഒരു പ്ലാൻ ആണ് phase 2. അതിൽ മാക്സിമം ടോക്കൺസ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിലെ വലിയൊരു അസറ്റായി. ഇന്ന് നമുക്കറിയാം മാർക്കറ്റിൽ നിലവിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഒരു പക്ഷെ നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ പൈസ ഇപ്പൊ 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 50 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ ഇന്ന് നമ്മൾ ഒരു പക്ഷെ നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണാം റൂം ഫോർ റെന്റ് എന്നും വിറ്റഴിക്കൽ വിൽപ്പന എന്നും കടകാലിയാക്കുന്നതും കാണുന്നുണ്ട്. 50 അല്ലെ 10 ലക്ഷം 20 ലക്ഷം 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടും 90% ബിസിനസ്സുകളും ഇന്ന് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കൊരു ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 ലക്ഷം രൂപ നമ്മുടെ ലൈഫിൽ വലിയൊരു അസറ്റ് ആയിട്ട് മാറും. കാരണം ഈ ടോക്കൺ ആ രീതിയിൽ ഒരു ഗ്രോത്തിലേക്ക് മാറാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈ ടോക്കണിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ അസറ്റ് ആണ് കൂടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും തന്നെ ഒരു 120 ഏറ്റവും മിനിമം അപെക്സ് ടോക്കൺ ആണെങ്കിലും വാങ്ങി സ്റ്റേക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളെ ഈ ഒരു phase 2 പ്ലാൻ 500 അപെക്സ് ടോക്കൺ ആണ് സീലിംഗ് ലിമിറ്റ്. അപ്പൊ മാക്സിമം ആളുകൾ 500 അപെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ബേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ 500 അപെക്സ് ടോക്കൺ ബേൺ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 1200 അപെക്സ് ടോക്കൺ ആണ് വേണ്ടത്. അപ്പൊ ഈ 1200 അപെക്സ് ടോക്കൺ നമ്മൾ ബേൺ ചെയ്താൽ നമുക്ക് ഡെയിലി സീലിംഗ് എന്നുള്ള ലിമിറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും.
ആ ലിമിറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്യും, കുറച്ചുകൂടി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി ഒന്ന് പ്ലാൻ ചെയ്യുക. ഇന്ന് സിഒ നമ്മളെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. കാരണം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് റൺ ചെയ്യുമ്പോഴും ചില തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങളുള്ള ഒരു കാര്യമല്ല, അതൊക്കെ ഒന്ന് സ്റ്റേക്ക് ചെയ്ത് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളെ ഇന്റേണൽ ട്രാൻസ്ഫർ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 100% നമുക്ക് ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് 1 രൂപ പോലും നമുക്ക് ഇന്ന് വാലറ്റിൽ വന്ന് നിൽക്കുന്ന എമൗണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇതിന്റെ ലീഗൽ അപ്രൂവൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടായിരിക്കും എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് എല്ലാവരെ സംബന്ധിച്ചും എല്ലാ തരത്തിലുള്ള വിഡ്രോവൽ എടുക്കാനുള്ള ഒരു ലിമിറ്റോട് കൂടിയിട്ടാണ് കമ്പനി അത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ സപ്പോർട്ടിൽ വിളിച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല, പല കാര്യങ്ങളും പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അത് ടെക്നിക്കലി സംഭവിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചു. ഒരു 10,45,000-ഓളം ID ഇന്ന് അപെക്സ് സ്റ്റോക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ ഒരു ദിവസം 5,000-ഓളം മെമ്പേഴ്സ് ഒക്കെയാണ് ഒരുപക്ഷെ വിഡ്രോവലിന്റെ കേസ്, ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിനുകൾ റിജക്ട് ചെയ്യുന്ന കേസ്. അത് നമുക്ക് അതിൽ അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരേ എമൗണ്ട് റെഗുലർ ആയിട്ട് വിഡ്രോവൽ വരുന്ന സമയത്ത്, ഒരു ID നിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് $10 എന്ന് റെഗുലർ ആയിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഒരു പ്രയാസവും ഇല്ലാതെ ഫുള്ളി ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യും. അന്ന് നമുക്ക് മുഴുവൻ കാര്യങ്ങളും നമ്മൾ കണ്ട പോലെ, നമ്മൾ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളിലേക്കും എത്തിക്കുന്ന രീതിയിലേക്ക് ഇന്ന് അപെക്സ് ടോക്കൺ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ മുമ്പുള്ള എക്സ്ചേഞ്ചുകൾ, അത് ഓൾറെഡി പറയാൻ വിട്ടുപോയ കാര്യമാണ് സിഒ, അതുപോലെ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിംഗ് കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നാളെ തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളൊരു മിനിമം നമ്മളെ ഫേസ് 1 ഒരുപാട് ആളുകൾ ഫേസ് 1 ഫേസ് 2 ആയിട്ട് കണക്ട് ചെയ്യാത്ത ആളുകളുണ്ട്. ആ കണക്ട് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും അടുത്ത ദിവസം തന്നെ കണക്ട് ചെയ്യുക, ഈ ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. അപ്പോ ആ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയൊരു റവല്യൂഷൻ നമുക്ക് അപെക്സ് ടോക്കണിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ബിസിനസ് ആണ്. ഇപ്പോ ഇതുപോലെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സിഒ നമുക്കുണ്ട്. നമ്മുടെ ബിസിനസ് ആണെന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള മുഴുവൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച മുഴുവൻ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിലൊരു ഡൗട്ടും ഇല്ല. അത് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക, നമ്മളൊരു പദ്ധതി രൂപീകരിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ഒരു ഇതുണ്ടാക്കുക. അപ്പൊ നിലവിലുള്ള എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും, ഇപ്പൊ ഇന്ന് നമുക്കറിയാം ഈ മീറ്റിംഗിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് 1000 മെമ്പേഴ്സിനാണ്. ഈ 1000 മെമ്പേഴ്സ് അല്ലാതെ ഇതിന് പുറത്തുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അവരിലേക്ക് കൂടി നമ്മൾ ഈ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ട് ഒരു പ്ലാനോട് കൂടി ചെയ്യാം. അപ്പോ ഇനി ഫേസ് 2 എന്നുള്ളത്, നമ്മൾ ഫേസ് 2 ചെയ്യുന്ന സമയത്ത് ഫേസ് 1 ഒരു ID ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് വളരെ ഈസി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഫേസ് 2 റെഫറൽ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇന്ന് ഫേസ് 2 ചെയ്യുന്ന എല്ലാ ആളുകളെ സംബന്ധിച്ചും വളരെ ഹാപ്പിയാണ്. കാരണം 7 days ROI, ഏകദേശം 2%-ഓളം ROI കിട്ടുന്ന ഒരു പദ്ധതി. അപ്പോ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം. എനിവേ, എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ ഈ അപ്ഡേറ്റ്സ് അറിയിച്ച അമിത് സാറിനും, അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്, അരുൺ സത്യൻ. താങ്ക് യു ഓൾ.